ഹലോ ഗൈസ്, നമസ്കാരം. അങ്ങനെ ഞാനും എൻ്റെ സീനിയറോടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ബാങ്കറ്റാളിൻ്റെ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് ഗൈസ്. ഇതാണ് ഗൈസ് സ്റ്റോർ. ഇതിൻ്റെ ഓരോരോ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഷെഫ് ആൻഡ് ഡീഷ്, ക്ലോത്തുകൾ, ചെയർ എല്ലാം ഉണ്ട് ഗൈസ്. അതെല്ലാം സ്റ്റോറിൻ്റെ പണിയായതുകൊണ്ട് ഇവിടെ ഒന്ന് മാറ്റിയാണ് ഗൈസ്. അതേപോലെ ഇതാണ് ഗൈസ് ശ്യാമേട്ടൻ, എന്റെ സീനിയറാണ് ഗൈസ്, എന്റെ സീനിയർ. അതേപോലെ ശ്യാമേട്ടൻ്റെ പരിപാടി തുടങ്ങി. എന്തൊരു സാധനം എടുത്താലും അതിനെപ്പറ്റി വിശദമായി അന്വേഷിക്കും. ഇത് ഏതാണ് സാധനം, ഏത് കമ്പനിയാണ്, എന്തിന് യൂസ് ചെയ്യുന്നു, ഇതെങ്ങനെ പ്രവർത്തിക്കും, എവിടെയാണ് ഇതിൻ്റെ സ്വിച്ച്, എങ്ങനെയാണ് ഇത് തുറക്കുന്നത്, എല്ലാം. ശ്യാമേട്ടൻ കണ്ടുപിടുത്ത എന്താ ശ്യാമേട്ടൻ? അരി പൊട്ടിക്കുന്നതാണെന്നാണ് ശ്യാമേട്ടൻ പറഞ്ഞത് ഗൈസ്. അപ്പം കണ്ടോ ഗൈസ്, ഇവിടെ കുത്താനൊക്കെയുള്ള ഓരോരോ സൂത്രങ്ങളുണ്ട്. കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതേപോലെ ഗൈസ്, പണ്ട് എത്ര പേര് വീട്ടിൽ ഈ ഒരു ഇരുമ്പോള ഉരുട്ടി കളിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ F&B സർവീസിലെ മറ്റ് ബഡീസ്. ഇതാണ് ഗൈസ് സോമ, ഇതാണ് ഗൈസ് ഹ്ലുവ. ഹായ്. അതിൻ്റെ ഇടയ്ക്കൂടെ ശ്യാമേട്ട ഒരു മാസ്റ്റർ പീസ് ഐറ്റം കാണിച്ചു ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബാങ്കറ്റാളിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ? ഇവരോട് ചേരുമ്പോഴാണ് ഗൈസ് ഞങ്ങളുടെ F&B സർവീസ് ഗ്യാങ് സെറ്റ് ആവുന്നത്. ഹായ് ഹായ്. ഫൈനലി ഞങ്ങളെല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചു ഗൈസ്. കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് നൈറ്റ് ഡ്യൂട്ടി ഞാനായതുകൊണ്ട് ബാക്കി ഞാൻ സെറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം സെറ്റായി ഗൈസ്. അങ്ങനെ അവരങ്ങനെ എനിക്ക് ഹാൻഡ് ഓവർ വന്നു. ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേനും റൂമിലേക്ക് പോയി ഗൈസ്. ഓൾറെഡി അത്യാവശ്യം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഗൈസ് അവർ പോയത്. എനിക്കാണെങ്കിൽ കുറച്ച് ക്ലോത്ത് എടുത്ത് സ്റ്റോറിലോട്ട് വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചു. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ അതിന് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്.